കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യലിനായി സവാദിന്റെ ബന്ധുക്കൾക്ക് NIA നോട്ടീസ് നൽകിയിരിക്കുന്നു. കൊച്ചിയിൽ നേരിട്ട് ഹാജരാകണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് വാർത്തയുടെ. അരുൺ, എന്താണ് ഇപ്പോൾ NIA നൽകിയിരിക്കുന്ന നിർദ്ദേശം? അരുൺ, ഉന്മേഷ്, സവാദിന്റെ അറസ്റ്റിന് ശേഷം രണ്ടാമത്തെ തവണയാണ് മഞ്ചേശ്വരത്ത് NIA സംഘം എത്തിയത്. ഇന്നും NIA സംഘം മഞ്ചേശ്വരത്തെത്തി ആദ്യം സവാദിന്റെ വിവാഹം നടന്ന പള്ളിയിൽ നേരിട്ട് തുമിനാട്ടിലെ പള്ളിയിൽ നേരിട്ടെത്തി അവിടെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകൾ മറ്റു വിവരങ്ങൾ ശേഖരിച്ചു. അതിനുശേഷം NIA സംഘം സവാദിന്റെ വീട്ടിലെത്തി എന്നതാണ് നമുക്കിപ്പോൾ ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിനായി NIA സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നേരിട്ട് ഹാജരാകുന്നതിന് വേണ്ടിയിട്ടാണ് സവാദിന്റെ ഭാര്യയ്ക്കും പിതാവിനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ കൊച്ചിയിൽ നേരിട്ടെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന നിർദ്ദേശമാണ് ഈ നോട്ടീസിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും NIA സംഘം ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. സവാദ് നിലവിൽ കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ കാര്യങ്ങളിൽ ഈ ഘട്ടത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സവാദിന് ഈ മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായിട്ടുള്ള പരിശോധന NIA നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ചില കേന്ദ്രങ്ങളിൽ NIA സംഘം എത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭാര്യയും പിതാവും വ്യക്തമാക്കുന്നത് സവാദിന് ഇവിടെ മഞ്ചേശ്വരത്ത് കൂടുതൽ കാലം താമസിച്ചിരുന്നില്ല, അത്തരത്തിൽ പശ്ചാത്തലമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അന്വേഷണ സംഘം അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രത്യേകിച്ച് സവാദിനെ ഈ പിതാവ് ആദ്യമായി കണ്ടത് ഈ അതിർത്തി മേഖലയിലുള്ള ഒരു പള്ളിയിൽ വെച്ചാണ്. അതിനുശേഷമാണ് വിവാഹം ഉൾപ്പെടെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സവാദ് ഈ അതിർത്തി പ്രദേശങ്ങളിൽ തന്നെ മുമ്പും താമസിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് നേരത്തെ തന്നെ NIA സംഘം ഉള്ളത്. അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാമത്തെ തവണയും NIA സംഘം ഇപ്പോൾ മഞ്ചേശ്വരത്തെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ സവാദ് നിലവിൽ കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ കാര്യങ്ങൾ സവാദിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഈ ഭാര്യയെയും പിതാവിനെയും ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ വിവരം ശേഖരിക്കുക, വ്യക്തത വരുത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ഈ ഘട്ടത്തിലെ നീക്കം. ശരി.